ഹരേ കൃഷ്ണ. ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരില് ഭഗവാൻ ഓരോ ദിവസവും ഓരോ ഭാവത്തിലാണ് ഭക്തർക്ക് ദർശനം നൽകുന്നത്. ഇന്നത്തെ ഉച്ചപൂജയ്ക്ക് ഭഗവാൻ കളഭത്തിൽ മുങ്ങി രാധാദേവിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അതിമനോഹരമായ രാധാകൃഷ്ണ ഭാവത്തിലാണ് ദർശനം നൽകിയത്. ഈ രൂപം കാണുന്നത് തന്നെ ജന്മപുണ്യാണ്. ഭഗവാൻ തൻ്റെ വലതുകാൽ ഇടത് കാലിന് പിന്നിലായിട്ടിങ്ങനെ പിണച്ചു വെച്ച് നിൽക്കുകയാണ്. ത്രിഭംഗി ഭാവം എന്ന് പറയും. ആ തൃപ്പാദങ്ങളിൽ തിളങ്ങണ പൊന്തളകൾ ചാർത്തിയുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ താളം ഭഗവാന്റെ പാദങ്ങളിലാണ് എന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അരയില് മനോഹരായിട്ട് ഞൊറിഞ്ഞുടുത്ത കസവുപട്ട് ഭഗവാന്റെ തേജസ്സിനെ വർദ്ധിപ്പിക്കുന്നുണ്ട്. കഴുത്തിൽ മുല്ലമൊട്ടുമാലയും അതിന് നടുവിലായിട്ട് വലിയൊരു പതക്കവും ചാർത്തിയിട്ടുണ്ട്. കൂടാതെ കൈവളകളും തോൾവളകളും ഭഗവാന്റെ ബാഹുക്കളെ അലങ്കരിക്കുന്നുണ്ട്. സ്വർണ്ണഗോപി അണിഞ്ഞിട്ടുണ്ട്. പൊന്നോടക്കുഴലിങ്ങനെ ചുണ്ടോട് അടുപ്പിച്ചാൽ ഓടക്കുഴൽ വിളിച്ചു നിൽക്കുന്ന ആ ഭാവം കാണാൻ അതീവ കൗതുകമുണ്ട്. ആ ഓടക്കുഴൽ വിളിയിലൂടെ ഭഗവാൻ ജീവാത്മാക്കളെ എല്ലാവരെയും തന്നിലേക്ക് ഇങ്ങനെ ആകർഷിക്കുകയാണ്. ഭഗവാന്റെ ചുമലിനോട് ചേർന്ന് അത്യന്തം പ്രേമത്തോടു കൂടിയിട്ടാണ് രാധാദേവി നിൽക്കുന്നത്. ജീവാത്മാവും അതായത് രാധ, പരമാത്മാവും ഉണ്ണിക്കണ്ണൻ ഒന്നാണ് എന്ന തത്വമാണ് ഇവിടെ വെളിവാകണത്. ചുവന്ന പട്ടണിഞ്ഞ് തലയിൽ കിരീടവും ആഭരണങ്ങളും ഒക്കെ ധരിച്ചിട്ടാണ് രാധാദേവി നിൽക്കുന്നത്. ദേവിയുടെ കയ്യിൽ മനോഹരായിട്ട് ഒരു താമരപ്പൂവുണ്ട്. ഇത് ഭക്തിയുടെയും അർപ്പണത്തിൻ്റെയും പ്രതീകമാണ്. ഭഗവാന്റെ ശിരസിൽ ചാർത്തിയ പൊൻകിരീടത്തിന് ചുറ്റും തെച്ചി, തുളസി, താമര എന്നിവ കൊണ്ടുള്ള തിരുമുടിമാലകൾ ശോഭിക്കുന്നുണ്ട്. വിധാനായിട്ട് താമരപ്പൂക്കൾ മാത്രമായിട്ടുള്ളതും തെച്ചിയും തുളസിയും വെള്ളപ്പൂക്കളും ചേർന്നിട്ടുള്ള 4-5 വലിയ ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. ഈ പുഷ്പങ്ങളൊക്കെ പ്രകൃതി ഭഗവാന് അർപ്പിക്കുന്ന നിവേദ്യമാണ് എന്നുള്ളതാണ്. ഈ ത്രിഭംഗി ഭാവവും മുരളീനാദവും പറയണത് ഭഗവാൻ തൻ്റെ തൃപ്പാദങ്ങൾ പിണച്ചു വെച്ച് മന്ദാഹസത്തോടെ പൊന്നോടക്കുഴലൂതി ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ഭാവം പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളെയും തൻ്റെ സ്നേഹപാശത്തിലേക്ക് ആകർഷിക്കുന്ന ഭഗവാന്റെ കാരുണ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ ഓടക്കുഴൽ നാദം അജ്ഞാനത്തെ നീക്കി ജ്ഞാനത്തിൻ്റെ പാതയിലേക്ക് നമ്മളെ നയിക്കണു എന്നാണ്. പിന്നെയുള്ളത് രാധാകൃഷ്ണ സംഗമമാണ് അവിടെ നടക്കുന്നത്. ജീവാത്മ പരമാത്മ ബന്ധം അതാണ് കാണിക്കുന്നത്. ഭഗവാന്റെ ചുമലിനോട് ചേർന്ന് നിൽക്കുന്ന രാധാദേവി നിർമ്മലമായ ഭക്തിയുടെ പ്രതീകമാണ്. ഭഗവാനോട് അലിഞ്ഞു ചേരാൻ കൊതിക്കുന്ന ഏതൊരു ഭക്തന്റെയും പ്രതിരൂപം തന്നെയാണ് രാധ. ചുവന്ന പട്ടണിഞ്ഞ ദേവിയുടെ കയ്യിലുള്ള താമരപ്പൂവ് ഹൃദയ കമലത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ഭഗവാനിൽ അർപ്പിക്കപ്പെട്ട നിഷ്കളങ്കമായ ഭക്തിയുടെ അടയാളാണ്. കളഭവും സുഗന്ധ പുഷ്പങ്ങളുമാണ് പിന്നെയുള്ളത്. ദേഹം മുഴുവൻ കളഭം പൂശിയ ഭഗവാൻ പ്രപഞ്ചത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളുടെയും പ്രഭവ കേന്ദ്രമാണ്. കിരീടത്തിന് മുകളിൽ വിധാനായിട്ട് ചാർത്തിയുള്ള തെച്ചി, തുളസി, താമര, ഉണ്ടമാലകൾ പ്രകൃതിയുടെ സമ്പൂർണ്ണ സമർപ്പണത്തെ തന്നെയാണ് കാണിക്കുന്നത്. 4-5 നിരകളിലായിട്ട് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് ഉണ്ടമാലകൾ. ഭക്തന്റെ മനസ്സിലെ നാനാവിധ ചിന്തകൾ ഭഗവത് പാദത്തിൽ ഒന്നായി തീരുന്നു എന്നാണത് ഓർമ്മിപ്പിക്കുന്നത്. മുല്ലമുട്ടുമാലയും പതക്കവും ഒക്കെ അണിഞ്ഞ് പൊന്തളകളിട്ട് നിൽക്കുന്ന ഈ കണ്ണൻ്റെ രൂപം ധ്യാനിക്കുന്നത് മനസ്സിലെ അസ്വസ്ഥതകളെ ഒക്കെ നീക്കിയിട്ട് ശാന്തി നൽകും. രാധേശ്യാം എന്ന വിളികളിലൂടെ നമുക്ക് ഭഗവാനോട് ഇങ്ങനെ ചേർന്ന് നിൽക്കാം. രാധാദേവി ഭഗവാനോട് ചേർന്ന് നിൽക്കുന്ന പോലെ നമുക്കെല്ലാവർക്കും ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഈശ്വരനോട് ഇങ്ങനെ ചേർന്ന് നിൽക്കാം. ഈ ദർശനം ലഭിക്കുന്നത് തന്നെ പൂർവജന്മ പുണ്യാണ്. ഉച്ചപൂജ കളഭാലങ്കാരത്തിൻ്റെ ഈ വിശുദ്ധ ദർശനം
മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് നാമജപത്തിൽ മുഴുകാം. രാധാദേവിയോടൊപ്പം നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒരുമിച്ച് ആ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഉറക്കെ നാമം ജപിക്കാം. നാരായണ 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 നാരായണ. കൃഷ്ണ ഗുരുവായൂരപ്പ.